അസ്സലാമു അലൈക്കും. അപ്പോൾ ഒന്ന് ചിക്കൻ ഷവായ മന്തിയാണ്. അപ്പം കുറച്ചായി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം നമ്മളിന്ന് വെക്കേഷൻ ടൈമിലൊരു മന്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കത്തി വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മുളക് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഇതിലോട്ട് പൊടികൾ മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. വിനാഗിരി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ആദ്യം മസാല ചേർക്കുന്ന അറിയാത്തതുകൊണ്ട് ഉമ്മ ഒന്ന് ജസ്റ്റ് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തിരുന്നു. പിന്നെ അപ്പം മസാലയൊക്കെ പുരട്ടുന്നുണ്ട്. ഇനിയിപ്പം ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. ചോറ് വെക്കാൻ അടുപ്പിൽ തന്നെ വെച്ചിരുന്നു. ഓയിൽ ഒഴിച്ചു, സ്പൈസസ് ഇട്ട് കൊടുത്തു. ഉണങ്ങിയ നാരങ്ങ, പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ അതിലോട്ട് ഉള്ളിയെല്ലാം വഴന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ്, 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നല്ലപോലെ തിളക്കുമ്പോഴാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനൊന്ന് കുക്കറിൽ ഒറ്റ വിസിലിന് വേവിക്കാൻ വേണ്ടി കുക്കറിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി നേരത്തെ ഒന്ന് ആദ്യം ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു. ബസ്മതി അരിയാണ്, മന്തി റൈസല്ല വാങ്ങിയത്, ബസ്മതി അരി. അപ്പം അത് ഇതിലോട്ടിട്ടൊന്ന് ഇപ്പം വെള്ളം തിളച്ചതിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റാണ് ടൈം വരുന്നത്. 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലൂടെ കുറച്ച് കനലിടുന്നുണ്ട് ആ ഒരു മന്തിയുടെ ഇത് വരാൻ. പിന്നെ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഷവായി ഉണ്ടാക്കുമ്പോൾ ആ പൊരിച്ച കോഴി അതിലോട്ടിട്ട് നമ്മൾ ആ അരപ്പ് ചിക്കൻ വെന്ത സ്റ്റോക്ക് അതിലോട്ട് തന്നെ ഇട്ട് അങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് കുറച്ചൊരു വറ്റി വരുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കലാണ്.